ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാനൊരു ഹോം ടൂറാണിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ ഒരു ഹോം ടൂറും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ വീടിൻ്റെ ഹോം ടൂറ്. അത് ഒരു കുഞ്ഞു ഷെഡായിരുന്നു കേട്ടോ. അപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി പുതിയ വീടിൻ്റെ ഹോം ടൂറും കൂടെ ചെയ്യേണ്ടതെന്ന്. ഇന്നിപ്പം ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ പുതിയ വീടിൻ്റെ ഹോം ടൂർ കണ്ടാലോ? ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഈ കാണുന്നത്. ആദ്യം തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്. തൊട്ടടുത്തായിട്ട് ഒരുപാട് വീടുകളുണ്ട്. ആദ്യം തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് പോകാം. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ഹാളിലേക്കാണ്. ഈ കാണുന്നതാണ് ഹാള്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. ഷെൽഫിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, അതൊക്കെ ഇനി എടുപ്പിക്കണം. രണ്ട് റൂംസാണുള്ളത്. ആദ്യത്തെ റൂമാണിത്. ഇത് അനിയൻ്റെ റൂമാണ്, അവനക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ള റൂമാണിത്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് റൂമിനും. ഈ കാണുന്ന കട്ടിലിൽ ഇപ്പോൾ ഒരു ബെഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിലില്ലായിരുന്നു. അകത്തായിട്ട് 2 ടോയ്ലറ്റാണുള്ളത്, ഒന്ന് ഇവിടെയും ഒന്ന് ഹാളിലും. ഇനി നമുക്ക് നേരെ മറ്റേ റൂമിലേക്കും കൂടെ പോകാം. അവിടെ മക്കൾസൊക്കെ ഉണ്ട് കേട്ടോ. അനിയത്തിൻ്റെയും ഏട്ടത്തിൻ്റെയും മക്കളാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയാണ്. ഇനി ഹാളിലുള്ള ടോയ്ലറ്റും കൂടെ കാണിച്ചു തരാം. ഇനി നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. ചെറിയ കിച്ചണാണ്, അത്യാവശ്യത്തിന് വലിപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ, ഓവർ വലിപ്പമൊന്നുമില്ല.
താഴെ ഭാഗത്ത് ഇത്രയൊക്കെയുള്ളൂ കാണാൻ. ഇനി നമുക്ക് മുകളിലേക്കും കൂടെ ഒന്ന് പോയി നോക്കാം. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല കേട്ടോ, എന്നാലും വെറുതെ അതും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഇനിയും പുതിയ പുതിയ വീടുകളൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്തുള്ളവരെയൊക്കെ ഞങ്ങൾ അറിയുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇതിൽ കൂടെയൊക്കെ ഒരുപാട് കളിച്ച് നടന്നതാണ്. ഈ കാണുന്നത് ഒരു അമ്പലമാണ് കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്ത വീടിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഒരു അമ്പലമാണ് കേട്ടോ അത്. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീട് ഇപ്പം നിൽക്കുന്ന ഈ വീടിൻ്റെയൊക്കെ കുറച്ചൊക്കെ അപ്പുറത്തായിട്ടാണ് കേട്ടോ. കുറച്ച് പോയാൽ മതി. അപ്പം ഈ ഭാഗത്തുള്ള എല്ലാവരും ഞങ്ങളറിയും. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ആദ്യം ഉണ്ടായിരുന്ന അയൽപക്കക്കാർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നമ്മുടെ വീടിൻ്റെ പാൽക്കാച്ചിലൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. വെള്ളിയാഴ്ചയായിരുന്നു പാൽക്കാച്ചിൽ. ശനിയാഴ്ചയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇനി ഞായറാഴ്ച നാളെയാണ് ഹൗസ് വാമിങ്. എല്ലാവരെയും ക്ഷണിച്ചിട്ടൊക്കെ ഉള്ളത് നാളെയാണ്. അതിനുവേണ്ടി പന്തൽ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പന്തലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പാൽക്കാച്ചലിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ ചെറിയ വീഡിയോസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒറ്റ വീഡിയോ ആക്കാനില്ലേലും ചെറിയൊരു വീഡിയോ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ അന്ന് രാവിലേക്കൊക്കെ വേണ്ടിയിട്ട് പത്തിരി ഉണ്ടാക്കുകയാണ് കേട്ടോ. പത്തിരിയും പൊറാട്ടയും വെള്ളപ്പമാണെന്ന് ഉണ്ടാക്കുന്നത്. അനിയത്തിയാണ് കേട്ടോ ഈ പത്തിരിയൊക്കെ പരത്തുന്നത്. അനിയത്തിൻ്റെ കൈയാണ് കാണുന്നത്. അവൾക്കൊരു കുഞ്ഞു വിരലും കൂടെ എക്സ്ട്രാ ഉണ്ട്. ഞങ്ങളൊക്കെ പറയും അത് ഭാഗ്യവിരലാണെന്ന്. അങ്ങനെ ആർക്കെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ വെള്ളപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ കൂടിയിട്ട്. ഇത് തറവാട്ടിൽ നിന്നാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തറവാട്ടിൽ അമ്മായികളും ഞങ്ങളും എല്ലാവരും കൂടെ കൂടിയിട്ട് ഉണ്ടാക്കുകയാണ്. ഇത് ചിക്കൻ കറി, പത്തിരിക്കൊക്കെ ഉള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിയും ബീഫ് വരട്ടും കൂടെയാണ് കേട്ടോ കൊടുക്കുന്നത്. രാവിലെ നേരത്തെ എണീറ്റിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു 4 മണിക്കൊക്കെ മുന്നേ എണീറ്റിട്ടുണ്ട്. പത്തിരിയൊക്കെ ഞങ്ങൾ തലേന്ന് തന്നെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പണികളൊക്കെ രാവിലെ എണീറ്റിട്ടെടുത്തു. ഇത് ഉസ്താദ്മാർക്കും എല്ലാവർക്കും വന്നവർക്കൊക്കെ ഇരിക്കാനും വേണ്ടിയിട്ട് വിരിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ ഞാൻ എടുത്തത്. പാൽ കാച്ചുന്നൊന്നും എടുത്തിട്ടില്ല. ആ ഒരു ടൈമിൽ ഞാനില്ലായിരുന്നു. ഞാൻ മോളെ കൊണ്ട് തറവാട്ടിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഇത് പിന്നീട് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ആരും വന്നിട്ടൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ടൈമിൽ വീട്ടിൽ. എല്ലാവരും ഓരോ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പന്തലാണ് കേട്ടോ കാണുന്നത്. വീട് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഇന്നൊരു മണിയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. മണിശബ്ദം. അത് നമ്മുടെ അമ്പലത്തിൽ നിന്നാണ്. അമ്പലത്തിൽ നിന്ന് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞാലും നല്ല പാട്ടുകളൊക്കെ കേൾക്കാം കേട്ടോ. ചെറുപ്പത്തിൽ ഈ പാട്ടുകളൊക്കെ ഫുള്ളായിട്ട് കാണാപ്പാടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് മറന്നിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ നമ്മുടെ ചോറ് കറി സാമ്പാറും വെറും ചോറും ആണ് കേട്ടോ ഈ കാണുന്നത് വെക്കുന്നത്. അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. ചോറ് നമ്മൾ ഉണ്ടാക്കിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് റവ. മിക്ക വീടുകളിലും എന്തെങ്കിലും വലിയ പരിപാടിയൊക്കെ നടക്കുകയാണെങ്കിൽ റവ ആയിരിക്കില്ലേ കടി. അങ്ങനെ ഞങ്ങൾക്കന്ന് റവയായിരുന്നു കേട്ടോ. ഇത് പിന്നെ ആ ഉച്ചയുടെ ടൈമിൽ ഞാൻ എടുത്ത വീഡിയോ ആണ്. കുറച്ച് ഭാഗങ്ങളെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതാണ് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ
എൻ്റെ കസിൻസും അവരുടെ മക്കളൊക്കെയാണ് കേട്ടോ. അന്ന് എല്ലാവരും ഐസൊക്കെ കഴിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഐസും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാവരും മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ കസിൻസാണ്. എല്ലാവരും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾക്ക് വീഡിയോ എടുത്ത കുഴപ്പമില്ല എന്ന് അറിയുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അമ്മോനൊക്കെയാണ് കേട്ടോ കാണുന്നത്. അമ്മോനും അമ്മായികളും ഒക്കെയാണ് കേട്ടോ. ഈ കാണുന്നത് രണ്ടാളും എൻ്റെ അമ്മാവന്മാരാണ് കേട്ടോ. അമ്മമാരാണ്. വലിയ അമ്മോനും ചെറിയ അമ്മോനും. പിന്നെ കാണുന്നത് എൻ്റെ അമ്മായിയാളും പിന്നെ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കുന്നത്. ഇത് പിന്നെ എൻ്റെ മക്കൾ രണ്ടാൾ. ഈ ഭാഗത്തിരിക്കുന്നവരൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ. അവരുടെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ അവരുടെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. നമ്മളിങ്ങനെയൊക്കെ ഒരു പരിപാടിയൊക്കെ വെക്കുമ്പോഴേക്കാരും എല്ലാവരും ഒരുമിച്ച് കാണാം കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിക്കാരും. അങ്ങനെ ഒരു 10 മണിയൊക്കെ ഞാൻ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. എനിക്ക് പോരാനേ ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ദിവസം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറിയ സമ്മതിച്ചില്ല കേട്ടോ. രാവിലെ മദ്രസും സ്കൂളൊക്കെ ഉണ്ട്, വെറുതെ എന്തിനാ ലീവാക്കുന്നത്, പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടോ. അനിയത്തിയും ജ്യേഷ്ഠത്തിയും ഒന്നും വന്നിട്ടില്ല, അവരൊക്കെ അവിടെ തന്നെ നിന്നു. നമുക്ക് നമ്മുടെ വീട്ടിൽ പോയാൽ പോരാനേ തോന്നൂലല്ലേ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്